എന്തായിട്ട് അതെ ഗായ്സ്, അപ്പം നമ്മളിന്നൊരു വ്ളോഗ് ആയാലോ അല്ലേ? കുറേ നാളായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളെ വീടിൻ്റെ കോലൊക്കെ ഒന്ന് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവനിങ്ങനെ മുട്ടിലല്ല ഗൈസ്, ഇങ്ങനെ നിരങ്ങി ഇതാ വരുന്നത് കേട്ടോ. അമ്മച്ചിപ്പ് എടുക്കാട്ടാ, ഇതാ വരുന്നേ ഗൈസ്. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അമ്മച്ചിപ്പ് വരാ, എൻ്റെ അടുത്തൊക്കെ വരാനുള്ള പുറപ്പാടുണ്ട് ഇച്ചിരിക്കണൊക്കെ. അപ്പം ഗൈസ് ഇവനെ ഇവിടെ കെടുത്തിയ ആളാണ് കേട്ടോ. അവൻ ഇറങ്ങി നീ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ കളിക്കണതും ഒക്കെ ഇവിടെ കളിക്കണത് അവൻ്റെതല്ല, ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാ വലിച്ച് വാരി ഇട്ടേക്കണത്. അപ്പം എൻ്റെ റൂമിൻ്റെ കോലം കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഗൈസ്, ആ കലങ്കോലായിട്ട് ഇത്രയും വൃത്തിയും വെടുപ്പുള്ള റൂം വേറെ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ. അപ്പോൾ എന്താ ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഹാമ്പർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണേ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഒരു തെരച്ചിൽ നടന്ന അലങ്കാരപ്പണിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഇതൊക്കെ ഒതുക്കുക എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ് ഗൈസ്. ഈ വലിച്ചിടാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഈ ഒതുക്കണ കാര്യം ഉണ്ടല്ലോ. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നും മടക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി മടക്കി വെക്കണം. അപ്പോൾ രാവിലെ തന്നെ ആ പണിക്കിരുന്ന കാരണം കൊണ്ട് അതങ്ങനെ ആയിട്ടാ. അപ്പം എൻ്റെ വീടിൻ്റെ ഒരു ചന്തം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ പണി ഫുള്ള് ഒതുക്കലും അടുക്കലായിരിക്കും. ഞാനിന്ന് ഈ പണി ഇങ്ങനെ ഇട്ട് തള്ളി നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ ഉമ്മാൻ്റെ ചൂലിൻ്റെ നടുമ്പുറത്ത് വന്ന് വീഴും. അപ്പോൾ അതൊക്കെ മുന്നേ അതൊക്കെ വേഗം വലിച്ചു വാരിയിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി വർത്താനം. അപ്പോൾ നമുക്ക് നമ്മളെ റൂമൊന്ന് വൃത്തിയാക്കിയാലോ. ചിലരുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവരുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അടക്കി ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ അടക്കി ഒതുക്കി വെച്ചാലും പിന്നെ അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം അത് അതേപോലെ തന്നെ കിടക്കുന്നത്. അതെന്തും അറിയുമായെന്ന് എനിക്കറിയില്ല. തന്നെ എനിക്ക് അടക്കുക ഒതുക്കുക പറഞ്ഞാൽ അത്ര മടിയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തലവണ ഇങ്ങനെ വെച്ചിരിക്കണേ എന്തിനാണ് നിങ്ങൾക്ക് കുട്ടികളുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഇതൊന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, കാരണം അതൊക്കെ മറികടന്നവർ ഓടും. 10 എണ്ണം വെച്ച് നോക്കണം. അപ്പോൾ ഇസുട്ടിന് ഇപ്പോൾ നിരങ്ങാനും നീങ്ങാനൊക്കെ തുടങ്ങിയ കാരണം കൊണ്ട് അവനിപ്പോൾ അവിടെ കെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതാ ഇവിടെ കെട്ടും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കിടന്നവൻ വന്നു തുടങ്ങി. ഇനി അടുത്ത് വേറെ എന്തെങ്കിലും മാർഗം നോക്കണം നമ്മൾ. ഇതേ 2 ദിവസത്തെ ഡ്രസ്സ് മടക്കി വെക്കാണ്ട് മടി പിടിച്ചിരുന്നിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായതായി ഈ സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഗൈസ്. ഇനി ഇത് മടക്കണ്ടേ. അങ്ങനെ അലക്കിയിട്ട തുണികളും മടക്കി വെച്ച് ഞാൻ റൂമൊന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും ആവാത്ത പോലെ തോന്നുക. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുക്കിയിട്ടും എന്താ ഒരു മെന വരാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നു കേട്ടോ. ബെഡൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഒരു പ്രോബ്ലം. ചിലപ്പോൾ വീടിൻ്റെ പെയിൻറ്റ് അടിച്ചിട്ടില്ല, പിന്നെ കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. നിങ്ങളുടെ വീടും ഇങ്ങനെയാണോ ഗൈസ്? ഒന്ന് പറയട്ടാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ പോയി നോക്കിയിട്ട് അന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഉമ്മ അവിടെ ഭൂരി ചുടണ തിരക്കിലായിരുന്നു. അപ്പോൾ ഉമ്മ അതാ ഭൂരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, കഴിക്കാനായിട്ടില്ല. അപ്പോൾ ഒരു ഭൂരി എന്താണ് ഒരു മെന ആയില്ല, ഒന്ന് നല്ല പപ്പടം പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോട്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഭൂരിയൊക്കെ എടുത്ത് ഞാനിതാ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭൂരിയും കിഴങ്ങ് കറി ആയിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ നോമ്പായതിന് ശേഷം അങ്ങനെ ഭൂരിയും കിഴങ്ങ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഭൂരി കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാനും ആവശ്യം കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് വീട്ടിലെത്തിയിട്ട് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ഒരു ആനിവേഴ്സറി ഹാമ്പർ ആയിരുന്നു കേട്ടോ ഇത്. ഒരു പെർഫ്യൂം ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ്, ഫ്ലവേഴ്സ്, ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ലഞ്ചിന് എന്തുണ്ടാക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ട് ലാസ്റ്റ് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ അതാ ഒരു സൈഡിൽ പൈനാപ്പിൾ ചെത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എളുപ്പത്തിന് കുക്കറിലാണ് കേട്ടോ ബിരിയാണി വെക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ആ ഹാമ്പർ വർക്കിൻ്റെ പിന്നാലെ ആയത് കാരണം കൊണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് കുക്കറിൽ വെക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഡാൽഡ ഇട്ടിട്ട് അത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഇതാ വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റുന്നതിലാണ് കേട്ടോ ബിരിയാണിയുടെ ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് നല്ലോണം ഇളക്കിയിട്ട് അപ്പോഴാണ് ഗൈസ് ഓർത്തത് പട്ട ഗ്രാമ്പ് ഒന്നും നമ്മൾ ഇട്ടില്ല, മറന്നുപോയി. ആവേശത്തിൽ ഉള്ളിയോട് ആദ്യം വാരിയിട്ടത്. അങ്ങനെ അതിട്ട് പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടൊക്കെ നല്ല പച്ചമണം മാറി വരുന്ന വരെ വഴറ്റി
ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതും നല്ല വേവിച്ച് വഴറ്റിയെടുത്തു. പിന്നെ പൊടികളാണ് കേട്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണക്കാണ്ട് മാറട്ടേന്ന്. ഈ പൊടികൾ ഇട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അടി പിടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ചിക്കൻ ഇട്ടുട്ടാ, ചിക്കൻ ഇടണമെന്നും കാണിക്കാൻ പറ്റിയില്ല, പറ്റാണ്ടല്ല, ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. പിന്നെ ഇതാ നമ്മൾ മല്ലിയില പുതിനയില ഒക്കെ ഇട്ട് പിന്നെ തൈര് ഒഴിക്കാൻ നോക്കിയപ്പോൾ തൈര് ഉണ്ട് വീണില്ല, എന്തോ ബലം പിടിച്ച് നിൽക്കുന്നത്. അതിനുശേഷം നമ്മളിത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് മാത്രമാണ് കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി, നല്ലോണം ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, അറിയാമല്ലോ എത്ര ഗ്ലാസ് അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം കുക്കറിലിടുമ്പോൾ. എന്നിട്ട് വെള്ളം തിളച്ച ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി അതിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. കുഞ്ഞി അരിയാണ് കേട്ടോ, അപ്പോൾ വേഗം അങ്ങോട്ട് പൊട്ടിപ്പോവേണ്ട, മെല്ലെ ഇളക്കിയാൽ മതി. അങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ ആ മസാലയും കാര്യങ്ങളൊക്കെ അങ്ങനെ പിടിക്കില്ലെങ്കിൽ ചില ഭാഗത്ത് ഉണ്ടാവില്ല, ചില ഭാഗത്ത് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ മിക്സാക്കാൻ നിൽക്കണ്ടേ, അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ്. അങ്ങനെ ഗായ്സ് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കേട്ടോ. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് കണ്ടത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു തമിഴ് വ്ളോഗ് ഉണ്ട്, ഒരു ചേച്ചീൻ്റെ. ആ ചേച്ചീൻ്റെ വ്ളോഗ് ഞാൻ കാണലുണ്ട്. അപ്പോൾ അവരിതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കൽ. അങ്ങനെ അത് കഴിച്ചിട്ട് മോർണിംഗ് കിടത്തി ഉറക്കിയിട്ട് ഞാനും സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി നീച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ. അപ്പോൾ അത് നമ്മൾ പോപ്കോൺ ഇരിക്കണ്ടായിരുന്നു, അതൊന്ന് വറുത്തെടുത്ത് അത് മിണിങ്ങിയപ്പോൾ അത് മതിയായില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നിയപ്പോൾ പൈനാപ്പിൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടൊന്ന് പൊരിച്ചു. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ പൊരിക്കണത്. അപ്പോൾ അത് പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗൈസ് ഞാൻ പൊരിക്കണത്. കാരണം എല്ലാവരും സൂപ്പർ അടിപൊളിയോ, എക്സ്പ്രഷനൊക്കെ ഭയങ്കരമാണ്. അങ്ങനെ അതിൽ കുറച്ച് പഞ്ചസാരൊക്കെ അവർ പറഞ്ഞ പോലെ തൂക്കി കൊടുത്തിട്ട് കഴിച്ചു നോക്കിയപ്പോൾ സത്യം പറയാമല്ലോ എനിക്കും ഇഷ്ടമായില്ല. ഇനി എൻ്റെ കുഴപ്പമാച്ചിട്ട് ഉമ്മാക്ക് കൊടുത്തപ്പോൾ ഉമ്മാക്കും ഇഷ്ടമായില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.